ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ട്രെൻഡ്സിൽ നിന്നാണെങ്കിൽ ചേട്ടൻ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാക്സിൽ നിന്നൊരു ടീഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കടപ്പാക്കട. അപ്പോൾ ആണെങ്കിൽ നമ്മൾ 2-3 ഡ്രസ്സൊക്കെ ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഷർട്ടൊക്കെ നമ്മൾ ഇട്ട് നോക്കിയിട്ട് എടുത്തത്. അപ്പോൾ അവിടെ മാക്സിലൊക്കെ വൈറ്റ് കളർ ഡ്രസ്സ് അവർ ട്രയൽ ചെയ്യാൻ സമ്മതിക്കത്തില്ല. വൈറ്റിൻ്റെ അതിൻ്റെ വേറെ സൈസ് ഉണ്ടെങ്കിൽ, അതായത് വൈറ്റ് സമ്മതിക്കത്തില്ല. അതിൻ്റെ മെറൂണോ അങ്ങനെയുള്ള ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വൈറ്റ് ട്രൈ ചെയ്യാൻ നോക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ മീഡിയമാണ് ഇന്ന് എടുത്തത്. അപ്പോൾ വേറെ മീഡിയം അതിൻ്റെ തന്നെ മെറൂണൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അത് സൈസും ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിങ്ങനെ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ അതിന് ഭയങ്കര നീളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മാറണം. പിന്നെ നമുക്ക് ബീച്ചിൽ പോകണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്കിന്ന് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഗേറ്റ് അടച്ചേക്ക് വന്നു. ഓണമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും സെറ്റ് സാരി കൊടുത്തു. ചന്ദനത്തോപ്പ് റെയിൽവേ സ്റ്റേഷൻ. എല്ലാ ട്രെയിനും ഒന്നും ഇവിടെ നിർത്തത്തില്ല കേട്ടോ. കുറച്ച് ട്രെയിനൊക്കെ നമുക്ക് ഇവിടെ ഗുരുവായൂർ പാസഞ്ചറൊക്കെ ഇവിടെ നിർത്തും. അപ്പം നമുക്ക് ഗുരുവായൂർക്കൊക്കെ പോകണമെങ്കിൽ ഈ സ്റ്റേഷനിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ചന്ദനത്തോപ്പ് ടൗൺ. ഇതാണ് നമ്മുടെ വാർത്ത തിയേറ്റർ. നമ്മളിവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം സിനിമയ്ക്കൊക്കെ വന്നത് ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പം നാളെ ഹൃദയപൂർവ്വം റിലീസാണ്. കാണണോ? കാണണോ? മോളി സ്ഥലം ഉണ്ടോ നോക്കണോ? മോളി സ്ഥലം അവിടെ റോഡ് വരെയും വണ്ടി കൊണ്ടിട്ടേക്കാണ്. അല്ലല്ല, ഗ്യാപ്പുണ്ട്. ഇതല്ലേ ഇപ്പുറത്തെ? അതേത് വീടിന്റെ വഴി? ഇതുവഴി കയറാൻ തോന്നും.
ബീച്ചിലോട്ടല്ലേ? അങ്ങനെ നമ്മൾ ആ ബെന്നിയെ മാറ്റിയെടുത്തു കേട്ടോ. പുതിയൊരു ടീഷർട്ട് എടുത്തു. നമ്മളതിന് ടാഗ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് സംശയമായിരുന്നു അവരത് മാറ്റി തരുമോ എന്നുള്ളത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ റേഞ്ച് കൂടിയതാണ്, കാരണം ആ ഒരു റേഞ്ചിൽ നമ്മൾ ഓൾറെഡി ചേട്ടൻ എടുത്തിട്ടുള്ള കളേഴ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ കൂടിയൊരു റേഞ്ചിലുള്ളത് എടുത്തു. എന്തായാലും ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അവർ ബില്ല് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ടാഗ് പൊട്ടിച്ചതൊന്നും അവർ പ്രശ്നമാക്കിയില്ല. നമ്മൾ 2-3 ദിവസം ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് വള്ളസദ്യക്ക് വേണ്ടിയിട്ട് വീട്ടിലൊക്കെ പോയത്. അപ്പോൾ ഒരു 3-4 ദിവസം ആവുകയും ചെയ്ത് നമ്മളിത് എടുത്തിട്ട് എന്തായാലും മാറി തന്നു. അപ്പം നമുക്കിനി നേരെ ബീച്ചിലോട്ട് പോകാം. ഈ ചേച്ചിൻ്റെ പേരെന്താണ്? അല്ല, പ്രതിമ ഓമാധവൻ. മുകേഷിൻ്റെ അച്ഛൻ്റെ പ്രതിമയാണ് കേട്ടോ. നമ്മുടെ സിനിമ നടൻ MLA ഒക്കെ ആയ മുകേഷ്. നമുക്കിതൊക്കെ പുതിയ അറിവുകളാണ്, അതുകൊണ്ട് കൊല്ലംകാരൊക്കെ ഇതൊക്കെ പറഞ്ഞു തരും. ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ നേരെ കൊല്ലം ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് റെയിൽവേ ട്രാക്കാണ്, കാണാൻ പറ്റില്ല, കാണാൻ പറ്റും. നമ്മൾ നേരെ പാലം ഇറങ്ങി കൊച്ചിലാമൂട്ടിലോട്ടല്ലേ. അപ്പം ഈ പാലം ഇറങ്ങി ചെല്ലുന്ന സ്ഥലമാണ് ചേട്ടൻ്റെ സ്ഥലം, ബീച്ച് റോഡ്, കൊച്ചിലാമൂൾ. അവിടെയാണ് ചേട്ടൻ്റെ ഫാമിലി ഫുള്ള്. ചേട്ടൻ്റെ വീടും കാര്യങ്ങളും എല്ലാം അവിടെ ആയിരുന്നു. ഇപ്പം നമ്മൾ പുതിയ വീട് വെച്ചപ്പോഴാണ് ജസ്റ്റ് കുറച്ചങ്ങോട്ട് മാറി വെച്ചത്. ഇവിടാണ്. ബീച്ച് റോഡിൻ്റെ പുത്രനായിരുന്നു ബീച്ച് റോഡ്, കൊല്ലം ബീച്ച് റോഡിൻ്റെ പൊന്നോമനായിരുന്നു ദീപക് പ്രദീപ്. ഇവിടാണ് കേട്ടോ ചേട്ടൻ്റെ അച്ഛൻ്റെ ഫാമിലി ഫുൾ ഇവിടാണ്. അച്ഛനൊക്കെ എത്ര മക്കളോ? 7 മക്കളോ 8 മക്കളോ? 6 പേര്. അവരെല്ലാം ഇവിടെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പച്ചിമാരും വല്യച്ഛന്മാരും എല്ലാം അവരുടെ ഫാമിലി ഫുൾ ഇവിടാണ്. ഇതുവഴി അകത്തോട്ടല്ലായിരുന്നു വീട്. ഇവിടെ ആയിരുന്നു വീട്, ഇത്രയും അടുത്തായിരുന്നു. അവിടെ വീട്, ദേ ഇവിടെ ബീച്ച്. അങ്ങനെ നമ്മൾ ഈ കൊല്ലം ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 3-4 തവണ വന്നെന്ന് തോന്നല്ലേ ബീച്ചിൽ. അതാ നല്ലത്. അവിടെ ഉണ്ടോന്നൊക്കെ അവിടെ വരും. ഇതാണ് ഗൈസ് നമ്മുടെ പെനി ഷോപ്പ്. പെനി ഒരു ഫേവറേറ്റ് ആയിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആദ്യം കഴിച്ചത്. പിന്നെ ട്രിവാൻഡ്രം പോയ സമയത്ത് ഒരിടത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ട്. ഇവിടെ ഉണ്ടോ? ഇല്ലാതെ ഒരു കടട മുട്ടണ്ട. പിന്നെ നല്ല ഇത് നമ്മുടെ ഇങ്ങനെ സിപ്പ് ചെയ്ത് കഴിക്കത്തില്ല, നമ്മുടെ ചോക്കോബാറൊക്കെ പോലുള്ള ആണ് പെനി. ഇവിടെ പിന്നെ എത്ര സ്ഥലമില്ല. നമുക്ക് ആദ്യം ഇവിടെ ഇടാം, പിന്നെ അത്ര നടക്കണ്ടേ അങ്ങോട്ടാ. ആ ശരി, വേണ്ട എനിക്ക് പെനി മതി. വേണ്ട വേണ്ട, പെനി മതി. പോരാ, 3 വേണം.
ഇതറിഞ്ഞു ബ്ലൂബെറി. അത് ഒരെണ്ണം കഴിക്കാം. അലിഞ്ഞു പോകും. ബ്ലൂബെറി എത്ര? എൻ്റെ ഫേവററ്റ് ഫ്ലേവറാണ് കേട്ടോ ബ്ലൂബെറി. ഇത് കഴിക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഫ്രൂട്ടൊക്കെ വരും. എന്തോ പൈനാപ്പിൾ ട്വിസ്റ്റർ നല്ല ടേസ്റ്റാണ്. പിന്നെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ടേസ്റ്റ് ചെയ്തു. ഇത് ഫ്രൂട്ട് സാലഡ്. ഏതാ? ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഫ്രൂട്ട് സാലഡ് ട്രൈ ചെയ്യുന്നത്. എങ്ങനെ നോക്കാം. ഫ്രൂട്ട് സാലഡിൻ്റെ മുകളിൽ ഇതെന്ത് ഫ്രൂട്ടാണെന്ന് തോന്നുന്നു. ചെറി ഫ്രൂട്ട്. അടുത്തേറ്റും റാസ്ബെറി. ഈ റാസ്ബെറി ബ്ലൂബെറിയുടെ ഒരു ചേട്ടനും അനിയനൊക്കെ ആയിട്ട് വരും. ഫ്രൂട്ട് സാലഡ് വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു. വെള്ളം വലിക്കുന്നതിന് വലിയ ഇതൊന്നുമില്ല. റാസ്ബെറി നല്ല. ഇതിനകത്തൊരു ഫ്രൂട്ടുണ്ട്. എനിക്കൊന്നിവിടെ ഒരു 10-30 ഫ്ലേവറോളം ഉണ്ട്. ഇതിൽ കുറേ ഒരു 10-20 നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലെ ഹോട്ടലിൻ്റെ പേരെന്തോ? ബീച്ച് ഓർക്കിഡ്. അങ്ങോട്ടൊന്നും കാണുന്നില്ല. ഞാൻ ചന്ദനെ കണ്ടു. പക്ഷെ ബീച്ച് വന്നിരുന്ന എല്ലാവരും കാണുമോ? അവിടെ ലൈറ്റ് ഹൗസ് ഇവിടെ. അയ്യോ ഇന്ന് വിനായക ചതുർത്ഥിയാണ് ഗൈസ്. ഇതിവിടെ ഓരോ അന്ധവിശ്വാസികൾ പറയുന്നു ഇന്ന് വിനായക ചതുർത്ഥിയുടെ അന്ന് ചന്ദനെ കണ്ടു കഴിഞ്ഞാൽ കള്ളപ്പേര്
കേൾക്കും നമ്മൾ ചെയ്യാത്ത കള്ളങ്ങൾ നമ്മുടെ മേലിലൊക്കെ വരുമെന്നൊക്കെ. നമ്മൾ ചെയ്യാത്ത കള്ളങ്ങൾ നമ്മുടെ മേളിൽ വന്ന് നമ്മളെന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ കള്ളം ചെയ്തിട്ടുണ്ടെങ്കിലല്ല പേടിക്കേണ്ടാവുള്ളൂ. ചെയ്യാത്ത കള്ളങ്ങൾ ആരെങ്കിലും പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അവരെ നമ്മൾ നേരിടണം. ഇത്തരം അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ശക്തമായി പ്രതികരിക്കണം ഗൈസ്. എന്തായാലും നമ്മൾ കണ്ടു. എന്നാൽ പിന്നെ നിങ്ങളെ കൂടെ കാണിച്ചേക്കാം. ചന്ദ്രൻ ഓൺ ദ സ്കൈ. നമ്മൾ നാട്ടിൽ വന്ന ശേഷം ഇത്ര നേരത്തെ ബീച്ചിൽ വരുന്ന ആദ്യമായിട്ടാണ് തോന്നുന്നു. സാധാരണ നമ്മൾ വരുമ്പോഴേക്ക് 8 മണി 8:30 ആവാറുണ്ട്. ആ റൗണ്ടിൽ കാണുന്നതെല്ലാം വള്ളങ്ങളാണ്. ഞാൻ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും ചെയിൻ പോലെ ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ് ഈ റൗണ്ടിൽ ഇങ്ങനെ ഇതെന്ന്. പിന്നെയാണ് ഇപ്പം ഈ ഒരു സമയത്ത് കണ്ടപ്പോഴാണ് മനസ്സിലായി മൊത്തം വള്ളങ്ങളെല്ലാം മൂവ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനോ ലൈറ്റ് ഹൗസ്. നാളെ നമ്മുടെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം സിനിമ റിലീസാണ്. നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ തുടരുമൊക്കെ പോലത്തെ സിനിമയായിരിക്കും. നമ്മൾ നാട്ടിൽ വന്നിട്ട് ആകെ കണ്ട സുമതിവളവ് നല്ല കിടിലം പടമായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നാളെ ഹൃദയപൂർവ്വം ഫസ്റ്റ് ഡേ കാണണമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. കാണാം കേസ്, കണ്ടിട്ട് പറയാം ഹൃദയപൂർവ്വം എങ്ങനെ ഉണ്ടാകും. പണ്ട് മുതലേ എൻ്റെ ഉള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം ഇതുപോലെ നമുക്ക് ഫൈറ്റൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലെ ബീച്ചിലൊക്കെ വന്നിരിക്കാൻ, ബീച്ച് അടുത്തുള്ള ഒരു സ്ഥലത്ത് കല്യാണം കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇതിൽ ആ ആഗ്രഹം നടന്നു. നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ വൈകിട്ടൊക്കെ ഇരിക്കുമ്പോൾ ചില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ബീച്ചിലൊക്കെ വന്ന് നമുക്ക് കാമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലത്ത് കല്യാണം കഴിച്ച് വരണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. എന്തായാലും അത് ഒരു ആഗ്രഹം ദൈവം നടത്തി തന്നു. നമ്മുടെ നിഴല് കണ്ടോ? എനിക്ക് രാത്രി സീനിൽ ഇങ്ങനെ കടൽ കാണുമ്പോൾ ഓർമ്മ വരുന്ന സീന് പാട്ട് ഏതാണെന്നറിയോ? രാത്രി കടൽ കാണുമ്പോൾ ഓർമ്മ വരുന്ന പാട്ട് ഏതാണെന്നറിയോ? നമ്മുടെ തൂവാനത്തുമ്പികൾ സിനിമയ്ക്കകത്ത് മേഘം പൂത്തു തുടങ്ങി. ആ പാട്ടായിരിക്കും ഇപ്പോൾ രാത്രി കടൽ കാണുമ്പോൾ ഓർമ്മ. എന്താണെന്നറിയില്ല. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുമലതയും മോഹൻലാലും. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ കുതിര. ഇവിടെ മെയിനായിട്ട് 2 കുതിരയാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഈ ഒരെണ്ണത്തിനെ ആദ്യമായിട്ട് കാണുവാണ്. കുഞ്ഞു കുതിര. ബാക്കി 2 എണ്ണം അവിടെ ഉണ്ട്. വെള്ളക്കുതിര. ആ 2 ഉണ്ട്. ഇതേ അവിടെ. എത്ര? 20 രൂപയോ? വലിയ ആൾക്കാർക്ക് കയറാൻ പറ്റും എൻ്റെ പുറത്ത്. 50 രൂപ. മറ്റേ കാർ അവിടെ അല്ലേടാ? സ്വന്തം വണ്ടി കണ്ടാൽ പോലും തിരിച്ചറിയത്തില്ലേ ഇതിന്. ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മഴ പെയ്യുന്നു ഗൈസ്. ബീച്ചിലെ മഴ. കൂട്ടയോട്ട മത്സരം. എല്ലാവരും ഓടുന്നു. പാവം അവരിപ്പോ വന്നേ ഉള്ളു. രാത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാലേ
ഈ മഴ വരുന്നത് മഴക്കാർ അറിയാൻ പറ്റില്ല, പക്ഷെ ചന്ദ്രനെ നമുക്ക് നോക്കി അറിയാൻ നല്ല മഴക്കാരുടെ കോളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചാട്ട് അവസാനിപ്പിക്കുകയാണ്. മഴ പെയ്തു, അപ്പം നമ്മൾ നേരെ നല്ല മഴ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ഡെയിലി ഇനി മുതൽ വ്ളോഗ് ഇടുന്നതായിരിക്കും. അപ്പം നാളത്തെ നമ്മുടെ വ്ളോഗിൽ നമുക്ക് നാളെ കാണാം. നാളെ നമ്മൾ ഹൃദയപൂർവ്വത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സിനിമയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നാളെ കണ്ടിട്ട് പറയാം. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കാതിരിക്കുക. ലൈക്ക് ആരും ചെയ്യുന്നില്ല കേട്ടോ. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കതൊരു പ്രചോദനം കാര്യങ്ങളും ഒക്കെ ആകത്തുള്ളൂ. നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പുഷപ്പ് കിട്ടണമെങ്കിൽ ലൈക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. മഴയായതുകൊണ്ട് ധൃതി പിടിച്ച് പോവാണ് ഗൈസ്. നല്ല കാറ്റും വീശുന്നുണ്ട്.